നമസ്കാരം. നടൻ സിദ്ദിഖിനെതിരെ ലൈംഗിക അതിക്രമ കേസ് വലിയ വിമർശനങ്ങൾക്ക് വഴിയൊരുക്കിയിരിക്കുകയാണ്. വർഷങ്ങൾക്ക് മുൻപാണ് നടനെതിരെ പരാതിയുമായി യുവനടി രംഗത്ത് വന്നിരുന്നത്. പിന്നീട് കേസിൽ കൂടുതൽ വിവരമൊന്നും ഇല്ലാതെയായി. എന്നാൽ കഴിഞ്ഞ മാസം ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നതിന് ശേഷമാണ് ഗുരുതരമായ ആരോപണങ്ങൾ വീണ്ടും ഉയർന്നു വന്നത്. കഴിഞ്ഞ ദിവസങ്ങളിൽ സിദ്ദിഖിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിക്കളഞ്ഞിരുന്നു. ഇനി സുപ്രീം കോടതിയെ സമീപിക്കാനാണ് നടൻ തീരുമാനിച്ചിരിക്കുന്നത്. മാത്രമല്ല, നടൻ രാജ്യം വിട്ടു പോകാൻ സാധ്യതയുള്ളതിനാൽ ലുക്കൌട്ട് നോട്ടീസും പുറപ്പെടുവിച്ചിരിക്കുകയാണ്. ഇതിനിടെ സിദ്ദിഖിന്റെ പഴയ ചില അഭിമുഖങ്ങളാണ് ഇപ്പോൾ വൈറലാകുന്നത്. ജീവിതത്തിലുണ്ടായ പ്രണയങ്ങളെ പറ്റിയുള്ള ചോദ്യത്തിന് തനിക്ക് സീരിയസ് ആയിട്ടുള്ള പ്രണയം ഉണ്ടായിരുന്നില്ല എന്നും അങ്ങനെ പ്രണയിക്കാതിരുന്നതിന്റെ കാരണവുമാണ് നടൻ വ്യക്തമാക്കിയിരിക്കുന്നത്. ജീവിതത്തിൽ അങ്ങനെ സീരിയസ് ആയ പ്രണയമുള്ള ആളല്ല താൻ. സീരിയസ് ആയിട്ടുള്ള പ്രണയങ്ങളൊന്നും തൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുമില്ല. പ്രണയമുണ്ടായതിനു ശേഷമുള്ള നിരാശയെക്കാളും നല്ലത് പ്രണയമില്ലാത്തതാണ്. പിന്നെ തൻ്റെ ഈഗോയും കാരണമാണ് പ്രണയമില്ലാതെ പോയതിന് കാരണമെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. ഞാനൊരു പെൺകുട്ടിയുടെ അടുത്ത് ചെന്ന് എനിക്ക് നിന്നെ ഇഷ്ടമാണെന്ന് പറയുമ്പോൾ അപ്പോൾ ആ പെൺകുട്ടി എനിക്ക് നിങ്ങളെ ഇഷ്ടമല്ല എന്നെങ്ങാനും പറഞ്ഞാൽ അതെനിക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യമാണ്. ഞാൻ എപ്പോഴും അതിനേക്കാളും മികച്ച ആളാണെന്ന് ഞാൻ എന്നെപ്പറ്റി വിചാരിച്ചു കൊണ്ടിരിക്കുന്നത്. തിരസ്കരിക്കപ്പെടുമോ എന്ന് മാത്രമല്ല പല ഭയങ്ങളും എനിക്കുണ്ടായിരുന്നു. ഇപ്പോൾ പോലും ഒരു സിനിമയിൽ അഭിനയിക്കുമ്പോൾ എൻ്റെ കഥാപാത്രം സ്ക്രീനിൽ കാണുമ്പോൾ ആളുകൾ കളിയാക്കുമോ എന്ന ഭയമുണ്ടെന്നും നടൻ പറഞ്ഞു. അതേസമയം താരസംഘടനയായ അമ്മയും WCCയും തമ്മിൽ നടക്കുന്ന തർക്കത്തിൻ്റെ ഇരയാണ് താനെന്ന് സിദ്ദിഖ് സുപ്രീം കോടതിയിൽ പറഞ്ഞു. ശരിയായ അന്വേഷണം നടത്താതെയാണ് ബലാത്സംഗ കേസിൽ പ്രതിയാക്കിയതെന്നാണ് സിദ്ദിഖിൻ്റെ അഭിപ്രായം. സിദ്ദിഖിൻ്റെ മുൻകൂർ ജാമ്യാപേക്ഷ തിങ്കളാഴ്ച പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് കത്ത് കൈമാറി കഴിഞ്ഞു. ഇന്നലെ വൈകിട്ടാണ് മുൻകൂർ ജാമ്യാപേക്ഷ സിദ്ദിഖ് സമർപ്പിച്ചത്. അതിജീവിത പരാതി നൽകാൻ വൈകിയതും സിദ്ദിഖിനെതിരെ മറ്റു കേസുകളോ ക്രിമിനൽ പശ്ചാത്തലമോ ഇല്ല എന്നും അന്വേഷണവുമായി സഹകരിക്കാൻ തയ്യാറാണെന്നും ജാമ്യാപേക്ഷയിൽ ചൂണ്ടിക്കാട്ടുന്നു. ഹർജി അടിയന്തരമായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ട് ഇന്നലെ രാവിലെ സുപ്രീം കോടതി രജിസ്ട്രാർക്ക് കത്ത് നൽകിയിരുന്നു.